ഇന്നത്തെ റെസിപ്പി പെപ്പർ ചിക്കൻ ഗിസാർഡാണ്. അത് ഗിസാർഡ് നല്ല കഴുകി വൃത്തിയായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം. ഇത്ര ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ഒരു 1.5 സ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കാരണം ഇത് നല്ല വേവുണ്ട്. അപ്പോൾ നമുക്കൊരു 10 വിസിലെങ്കിലും വരണം വേവാൻ. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഒരു 10 വിസിൽ വരെ ഇത് വേവിക്കും. ഇത് 10 വിസിൽ വരുന്നതിന് മുന്നേ നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ കട്ട് ചെയ്യാം. ഒരു സവാള, പിന്നെ ഒരു പകുതി കഷ്ണം ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, ഒരു പകുതി തക്കാളി. ഇത് വെന്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഗിസാർഡ് നമ്മൾ കുക്കറിൽ വേവിച്ചല്ലോ. ഇനി കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അത് നമ്മൾ വെജിറ്റബിൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്. ഇത് വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. ഉരുളക്കിഴങ്ങ് അതുപോലെ പകുതി മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അതുപോലെ വലിയ തക്കാളി ആയതുകൊണ്ടാണ് പകുതി എടുത്തത്. ഇനി ഇതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നുകൂടെ ഇനി ഒരു 2 വിസിൽ വരുത്തണം. കാരണം ഉരുളക്കിഴങ്ങൊന്ന് വേവാൻ. നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഗിസാർഡ് വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മൾ ഗിസാർഡ് വേവിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വഴറ്റിയെടുക്കണ്ട, കാരണം അത് വിസിൽ വരുത്താനുള്ളതാണല്ലോ. ഉരുളക്കിഴങ്ങ് വേവണമെങ്കിൽ ഒരു വിസിൽ വരുത്തണം. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി പാകാക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഗിസാർഡ് ഉണ്ടല്ലോ, വേവിച്ച് വെച്ചത്, അത് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഗിസാർഡ് നല്ലോണം വെന്തിട്ടുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ വേണം. ഒരു 2 വിസിൽ വരുത്തിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമുള്ള വറവിനാവശ്യമായ സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ചെറിയ ഉള്ളി ഒരു 4 എണ്ണം, പിന്നെ കറിവേപ്പ്. അതായത് വെന്തിട്ടുണ്ട്. 2 വിസിൽ വരുത്തിയതാ, നല്ല പാകമായിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് വെന്തു. ഇനി നമുക്ക് വറവിടാം. ചീനച്ചട്ടി വയ്ക്കുക.
ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ വഴറ്റാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി നല്ല മൂപ്പിച്ചെടുക്കുക. മൂത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് കോരിയെടുക്കാം. ഗിസാഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറാട്ടേൻ്റെ കൂടെയോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം. ചോറിലേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താ റെഡിയായി. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.